ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നെല്ലിക്ക ഉപ്പിലിടാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. വായോ വീഡിയോയിലേക്ക്. അതിനായിട്ട് 1 കിലോ നെല്ലിക്ക വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് ഒരു ടവലിൽ തുടച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം അതുപോലെ തുടച്ചെടുക്കാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ നെല്ലിക്ക ഓരോന്നോരോന്നായിട്ട് തുടച്ചെടുക്കാം. ഇത് ഇടയ്ക്ക് ഞാൻ ഇതുപോലെ നെല്ലിക്ക സീസൺ കിട്ടുന്ന സമയത്ത് ഞാൻ ഇതുപോലെ വാങ്ങിച്ച് ഉപ്പിലിടാറുണ്ട്. നല്ലതാണ് ഉപ്പിലിടുന്നത്. അപ്പോൾ ഈ നെല്ലിക്കയെല്ലാം നമുക്ക് ഓരോന്നായിട്ട് തുടച്ചെടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും കഴുകി ഒരു 4-5 പച്ചമുളക് കൂടെ ഉണ്ടെങ്കിൽ ഇടാം. കാന്താരി നല്ലതാണ് എരിവ് ഇഷ്ടമുള്ളവർക്ക്. എരിവ് ഇവിടെ അത്ര എരിവ് അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ പച്ചമുളകാണ് ഇടുന്നത്. ഓരോന്ന് വെച്ച് തുടച്ചെടുക്കാം. ഞാനത് വെള്ളമയമില്ലാതെ തുടച്ചെടുത്തു. ശേഷം നമുക്കൊരു കുപ്പിയുടെ ജാറ് എടുക്കാം. ഇത് പൊട്ടുന്ന ഒരു കുപ്പി എടുക്കണം. പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒരിക്കലും നമ്മൾ ഉപ്പിലിടാൻ പാടില്ല. എപ്പോഴും ഇതുപോലെ പൊട്ടുന്ന ഒരു കുപ്പി ഭരണിക്കകത്ത് വേണം നമ്മൾ ഉപ്പിലിട്ട് വെക്കാൻ. അല്ല ഭരണിക്കകത്തോ ഇതുപോലെ ഗ്ലാസ് ഭരണിക്കകത്തോ ഇട്ട് വെക്കാവൂ. ഞാനിതുപോലെ ഒരു ഗ്ലാസ് ഭരണിക്കകത്താണ് ഉപ്പിലിടാറുള്ളത്. അപ്പോൾ തിളപ്പിച്ചാറിച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് ശേഷം നമുക്ക് നെല്ലിക്ക കഴുകി തുടച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് പച്ചമുളകും ഇട്ട് അത് അടച്ച് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഉപ്പിലിട്ട നെല്ലിക്ക എടുത്ത് കഴിക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു കുപ്പിഭരണി എടുക്കുക, തിളപ്പിച്ചാറിച്ച വെള്ളം ഉപ്പിട്ട് കൊടുക്കാം. ഞാനാണെങ്കിൽ തിളപ്പിച്ചാറിച്ച വെള്ളത്തിൽ നെല്ലിക്ക ഇട്ട ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം തിളപ്പിച്ചിട്ട് ആറിയ ശേഷം ഒഴിച്ചു വെക്കാം. ഞാൻ ആദ്യമേ വെള്ളം തിളപ്പിച്ച് അത് ആറിയ ശേഷം കുപ്പിയിൽ ഒഴിച്ചു. അത് കഴിഞ്ഞ് നെല്ലിക്ക ഇട്ടു. അത് കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പച്ചമുളകും അതുപോലെ ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത്. അത് 2-3 കീറി ഇട്ടു. ഓരോന്നായിട്ടും ഇട്ടിട്ടുണ്ട്. അങ്ങനെ 4-5 പച്ചമുളക് വേണം ഇടാം. എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ച് ഇടാം. കണ്ടോ, അത് നെല്ലിക്ക ഇട്ട ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. കുറച്ച് എത്ര ഉപ്പ് വേണം നമുക്കൊരു കണക്കുണ്ടല്ലോ, അതനുസരിച്ച് ഇടാം. ഞാനൊരു കയ്യിൽ ഇച്ചിരി കുറച്ചെടുത്തിട്ട് അങ്ങ് ഇടുമായിരുന്നു ചെയ്തത്. പുതിയ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.